ഒരിക്കൽ അമേരിക്കയുടെ തൊട്ടരികിൽ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയായി നിന്ന രാജ്യം, ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബ. പക്ഷേ ഇന്ന് അതേ രാജ്യം ഇരുട്ടിലാണ്. മണിക്കൂറുകളോളം വൈദ്യുതി മുടക്കം, ഭക്ഷണക്കുറവ്, ജനങ്ങൾ രാജ്യം വിട്ടുപോകുന്നു. അപ്പോൾ ചോദ്യം, ക്യൂബയിലെ കമ്മ്യൂണിസം തകരുകയാണോ? പാർട്ട് 1, ദ മോഡൽ. 1959 വിപ്ലവത്തിന് ശേഷം ക്യൂബ സോവിയറ്റ് മാതൃകയിലുള്ള കേന്ദ്രീകൃത സമ്പദ്വ്യവസ്ഥ സ്വീകരിച്ചു. ഭരണകൂട നിയന്ത്രണം, കുറഞ്ഞ സ്വകാര്യ സംരംഭങ്ങൾ, വളരെ കുറച്ച് കയറ്റുമതികളിൽ മാത്രം ആശ്രയം. ഈ മാതൃക വർഷങ്ങളോളം നിലനിന്നത് പുറത്തുനിന്നുള്ള വലിയ സഹായം കൊണ്ടാണ്. പാർട്ട് 2, ലൈഫ് ലൈൻസ് കൊളാപ്സ്ഡ്. ആദ്യം സോവിയറ്റ് യൂണിയൻ ക്യൂബയെ പിന്തുണച്ചു. അത് തകർന്നപ്പോൾ 1990കളിൽ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണു. പിന്നീട് വെനസ്വേലയുടെ എണ്ണ സഹായം ക്യൂബയുടെ ജീവനാഡിയായി. 2024 മുതൽ 2025 വരെ മാത്രം ദിവസേന ഏകദേശം 70,000 ബാരൽ എണ്ണയാണ് വെനസ്വേല നൽകിയിരുന്നത്. അതിൽ ഏകദേശം 40,000 ബാരൽ വരെ ഏഷ്യൻ വിപണികളിലേക്ക് വീണ്ടും വിറ്റ് വിദേശ നാണ്യം സമ്പാദിക്കുകയായിരുന്നു ക്യൂബ. പക്ഷേ ആ സഹായവും ക്ഷയിച്ചതോടെ ഇന്ന് ക്യൂബ വീണ്ടും ഇരുട്ടിലേക്ക് വീണിരിക്കുകയാണ്. US പ്രഷർ. അതോടൊപ്പം അമേരിക്കയുടെ ഉപരോധങ്ങൾ സ്ഥിതിയെ കൂടുതൽ രൂക്ഷമാക്കി. ഒബാമ കാലത്ത് ബന്ധങ്ങൾ മെച്ചപ്പെട്ടപ്പോൾ ക്യൂബയ്ക്ക് ചെറിയ സാമ്പത്തിക ആശ്വാസം ലഭിച്ചു. പക്ഷേ ട്രംപ് കാലത്ത് ആ ഇളവുകളിൽ പലതും പിൻവലിക്കപ്പെട്ടു. അതേസമയം കാസ്ട്രോയ്ക്ക് ശേഷമുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളും പൂർണ്ണമായി നടന്നില്ല. അപ്പോൾ ഇത് കമ്മ്യൂണിസത്തിന്റെ പരാജയമാണോ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഉപരോധങ്ങളും ആശ്രിത സമ്പദ്വ്യവസ്ഥയും ചേർന്നുണ്ടാക്കിയ തകർച്ചയോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ക്യൂബയുടെ കഥ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റിൽ പറയൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.